എത്ര വട്ടം അവൻ്റെ കൂടെ കിടന്നു? പറ, ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? സ്വന്തം ഭർത്താവിനെയും സ്വന്തം പൈതങ്ങളെയും പറ്റിച്ച് പുറത്ത് സുഖം തേടി അന്യപുരുഷന്റെ കൂടെ കറങ്ങി നടക്കുന്ന ഒരുപാട് സ്ത്രീകളുള്ള ഒരു നാട്ടിലാണ് കല്യാണം കഴിക്കാതെ സിംഗിളായി സമാധാനത്തോടു കൂടി ജീവിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആഹാ, എന്താ ഒരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? പുരുഷന്മാർ അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. ചില ചേട്ടന്മാരുണ്ട് ഈ പരിപാടിയും കാണിക്കുന്ന ആളുകൾ. അതായത് കല്യാണം കഴിച്ചിട്ട് ഭാര്യയെ വീട്ടിൽ ഇരുത്തിട്ട് പുറത്ത് സുഖം തേടി പോകുന്ന ചേട്ടന്മാരും ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ കൂടുതലും, പ്രത്യേകിച്ച് ഈ അവിഹിതപരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനകത്ത് കൂടുതലും ഭാര്യയെ ഭർത്താവ് പൊക്കി ഈ ഒരു സാധനമാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊച്ചമ്മമാരെ ഒന്ന് പുകഴ്ത്തി പറയാമെന്ന് വിചാരിച്ചത്. അപ്പോഴും പറയുന്നു പുരുഷന്മാരും ഉണ്ട് കേട്ടോ. പുരുഷന്മാരും അത്ര നീറ്റൊന്നും അല്ല, ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ പുറത്തറിയാത്തതായിരിക്കും. പക്ഷെ സ്ത്രീകളുടെ ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നു. ഇപ്പോൾ ദാ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഒരു 2-3 വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കുക, സ്വന്തം ഭാര്യയുടെ അവിഹിതത്തെ പറ്റി ഇങ്ങനെ അവളോട് തന്നെ ചോദിച്ച് അവളിരുന്ന് കഥയൊക്കെ പറയുന്നത്. ആ ചേട്ടൻ അത്ര ഡീസൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ ആ സ്ത്രീ അത്യാവശ്യം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ല, ഇനിയിപ്പോൾ അവൻ കൊള്ളത്തില്ല, അവൻ ഉപദ്രവകാരിയാണ്. ചേച്ചിക്ക് അവനെ വേണ്ടെങ്കിൽ ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുക, ഫാമിലിയെ വിളിച്ചിരുത്തുക, സംസാരിക്കുക. ഇവനെ വേണ്ട, ഡിവോഴ്സ് വേണം, ഡിവോഴ്സ് മേടിക്കുക, ആരുടെ കൂടാന്ന് വെച്ചാൽ പോവുക, ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല അതിനകത്ത്. അതിന് പകരം അവനെയും വെച്ചോണ്ട് പുറത്ത് സുഖം തേടി പോകുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അല്ല, ചില സ്ത്രീകളുണ്ട് സ്വന്തം ഭർത്താവ് വേറെ പരിപാടിയുള്ളവനാണ്, അതുകൊണ്ട് അവനെ ഇനി ഞാൻ അടുപ്പിക്കത്തില്ല എന്ന് പറയും. എന്നിട്ട് അവൾ പുറത്ത് വേറെ പരിപാടിക്ക് പോകും. മനസ്സിലായ? അവൻ തെറ്റുകാരൻ, അവൻ പുറത്ത് വേറെ പരിപാടിയുണ്ട്, അവൻ പ്രശ്നക്കാരൻ, അവനെ കുറ്റം പറയും, എന്നിട്ട് വേറെ പരിപാടിക്ക് പോകും. എന്നിട്ട് അടുത്തവൻ കൂടെ പോയവനെയും നാളെ തള്ളി പറയും. എന്നിട്ട് അവൻ ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെയും പോകും. അങ്ങനത്തെ കുറേ ഐറ്റങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് സുഖം അത് മാത്രം മതി. ആ സുഖം കുറയുകയോ അല്ലെങ്കിൽ ഇത്തിരി സ്നേഹം കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നവൻ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഭർത്താവ് പ്രശ്നക്കാരൻ. അങ്ങനെ ചാടി പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. എങ്ങനെ കല്യാണം കഴിക്കും ഇന്നത്തെ കാലത്ത് വിശ്വസിച്ച്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കല്യാണം കഴിച്ച ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ എങ്ങനെ ഇന്നത്തെ കാലത്ത് ഇനി ഒരു കല്യാണം കഴിക്കും ചേട്ടാ ചേച്ചി? ഞാൻ പറഞ്ഞതുപോലെ ഒരു ചേട്ടൻ പുള്ളിയുടെ ഭാര്യയുടെ അവിഹിതം പൊക്കി അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങളിത് മൊത്തം കാണണേ, നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയണേ. എങ്ങോട്ടാ ഇതൊക്കെ പോണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റീസൺസ് എല്ലാവർക്കും കാണും, പുരുഷന് കാണും, സ്ത്രീക്ക് കാണും. വീട്ടിലിരിക്കുന്ന കുട്ടികൾ അവരെ ഒന്ന് ഓർക്കണ്ടേ? അത് മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നും ഓർക്കണ്ട. അത് ഓർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സുഖം തേടി ചാടി നടക്കാൻ പറ്റുമോ? അല്ല, പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പം ഭർത്താവാണെങ്കിൽ ഭാര്യ അവളുടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, പറ്റുന്നില്ല, അതുകൊണ്ടാണ് പുറത്ത് പോകുന്നതെങ്കിൽ പോകുന്നതിന് മുമ്പ് കുടുംബക്കാരെയോ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയിച്ച് രണ്ടുപേരും കൂടെ ഡിവോഴ്സ് ആവുക, പിരിയുക, എന്നിട്ട് പോവും. കുഴപ്പമില്ല. ചില ആളുകളുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റാ, കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാണെന്ന്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രണ്ടുപേരും പുറത്ത് വേറെ ഓരോ പരിപാടിക്ക് പോകും. അല്ല, ചില കൊച്ചമ്മമാരുണ്ട് പുറത്ത് വേറെ ആളെ സെറ്റ് ചെയ്യും, എന്നിട്ട് അയാളോട് പറയും ഡിവേഴ്സ് ആക്കണം, എന്നിട്ട് നമുക്ക് കെട്ടണം എന്നൊക്കെ പറയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴോ അവനെയും തേക്കും. എന്നിട്ട് അവൻ ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചാടും. എന്തിനാ? പുതിയ സുഖം തേടി. അല്ല, അങ്ങനത്തെ ആളുകളുണ്ട് ഇന്നത്തെ നാട്ടിൽ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. എന്താണെങ്കിലും നിങ്ങളിതാ ഇതൊന്ന് കേക്ക്. പാവപ്പെട്ട മനുഷ്യൻ എന്നൊന്നും പറയുന്നില്ല, അവനും അത്ര ഡീസൻ്റ് ആണെന്ന് തോന്നുന്നില്ല. പൊക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ആ പെണ്ണിനെ നല്ല രീതിയിലെടുത്ത് ഠുമൂർന്ന് കുത്തിയിട്ടുണ്ട് അവൻ. സാഹചര്യം മനസ്സിലായോ? അവൻ്റെ കയ്യിൽ നിന്ന് പോയി കാണും. കയ്യിൽ നിന്ന് പോയാലും അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷെ കയ്യിൽ നിന്ന് പോയപ്പോൾ അവനത് ചെയ്തു. എന്താണെങ്കിലും നിങ്ങളിതൊന്ന് കേക്ക് അല്ലെങ്കിൽ കാണ്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി ഈ അവിഹിത കഥ കേൾക്കാം നമുക്ക്. പിന്നെ ഇതുവരെയായിട്ടും രണ്ടുപേരും ജീവനോടൊക്കെ തന്നെ ഉണ്ട്.
ജീവിതം ഒന്നും രണ്ടുപേരും ഇല്ലാതാക്കിയേക്കരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ പെണ്ണാണ്, ഞാൻ ആണാണ്, രണ്ടും വ്യത്യാസമുണ്ട്. നാളെ എനിക്കെതിരെ കാരണം എല്ലാ തെറ്റും ഈ ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ച് കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചെടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടോ? പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 ദിവസം ഹർത്താലിന് തലേ ദിവസം തൃശ്ശൂർ പോയില്ലേനോ? അത് ആര് റൂമാണോ? ലോഡ്ജ് ആയിരുന്നു അത്? ഫസലിൻ്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നോ? അതാരെ ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിക്കാതെ പറയിപ്പിക്കും. ഈ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ആ ഓനിക്കെങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോടെന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ, ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞാൽ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയാ, ഉണ്ടായിരുന്നോ? ഇവൾക്ക് ഗൾഫിനെ വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഹർത്താൽ കഴിഞ്ഞില്ലേനോ? അപ്പോൾ ആരും ഇല്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറയണ്ടേ, ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ റൂം റെഡി ആക്കണ്ട പറഞ്ഞു. ഞാൻ ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കണേ. റൂം റെഡിയാക്കി എൻ്റെ ചെല്ലിൽ ഓൾ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓൻ്റെ കൂടെ പോവുകയും ചെയ്യും. എന്തില്ലേ അതിനെക്കൊണ്ട് എന്നെ മാറ്റി നിർത്തി. ഓൾ എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണ പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിൻ്റെ 2 ദിവസം മുമ്പ് ഇവള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണ ആയിരുന്നോ? ഓക്കെ ആ ഓക്കെ. എന്നാ അഞ്ചില്ല. ആ ഈ പറഞ്ഞോ പറഞ്ഞോ. എവിടെ? ആ ഓ നാളെ രാവിലെ ഇന്റർവ്യൂ ഉള്ളതിനോണ്ടോ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ആ എന്നിട്ട് പിന്നെ നാളെ എത്തുള്ളൂ എന്നുള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും ഇന്ന് ഇറങ്ങുന്ന ടൈമും അവിടെ എഴുതി വെക്കും. കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഫേസ്ബുക്ക് വെച്ചത് അല്ലേ? മക്കളൊക്കെ പുറത്തും വേണ്ടിയില്ല, അതിൽ എഴുതി വെക്കണം. ഫോൺ വിളിച്ച് പറഞ്ഞാലും മാഡം ഞാൻ ഒറ്റക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് പെട്ടുകൂടെ ചോദിക്കും. കാരണം ഇവിടെ ഒരു എഴുതി വെച്ചോട്ടോ, ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ഒരു ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ? അല്ല എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങി എൻ്റെ ബാപ്പ എൻ്റെ അമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ എന്നിട്ടാണ്ടാ എനിക്കൊരു പ്രശ്നമില്ല, ഇതാ ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. ഓൻ എന്താ ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കാട്ടിക്കോ. ഓക്കെ? എൻ്റെ ആരെയും എന്നെ കള്ളവടി വെക്കാൻ വരുന്നോനോ? എൻ്റെ ഞാൻ ആരായിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നവന് എൻ്റെ ആരെയും ഞാൻ. അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈൻ ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായിപ്പോയി, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായിപ്പോവും. ഇനി ഓന് തീറ്റി പോട്ടെ തന്നെ. ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കും, അതൊക്കെ നോക്കടി.
ബാക്കി കേൾപ്പിക്കാൻ ഇപ്പം വയ്യ നമുക്ക് തല കയ്യും വെച്ചങ്ങ് ഇരിക്കുക. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്ന കൊള്ളാം ചേട്ടാ. എടുത്തു വെച്ചോ, ഒരു തെളിവിന്. നാളെ ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നെഞ്ചത്തോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും. എടുത്തു വെക്കുന്ന വളരെ നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഇടണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അപ്പം കൊണ്ടുവന്ന് ഇടായിരുന്നു, ഇപ്പോൾ വേണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, എടി മോളെ, നീ പണിയെടുത്ത് ആ കാശ് നീ നിന്റെ കാമുകന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ, നിന്റെ ഇഷ്ടം. നീ ഉണ്ടാക്കുന്ന നിന്റെ പൈസ. ആ പാവം മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നീ അവന് തള്ളിക്കൊടുത്തേക്കുന്നല്ലേ? അത്രയ്ക്കും ഗംഭീരമായിരുന്നു അവൻ്റെ. പ്രിയപ്പെട്ടവരെ, കാണുക, നിങ്ങൾ ഇതൊക്കെ കാണുക. ആ മനുഷ്യൻ അവൻ്റെ കാമുകൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചു. പൊക്കോട്ടെ, എൻ്റെ ഭർത്താവ് പൊക്കോട്ടെ അവളുടെ കൂടെ. ആ മൂട അല്ല, ചിലയിടത്ത് ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലങ്ങളിലുണ്ട് ഭർത്താവ് പുറത്ത് വേറെ പോകും, ഭാര്യ പുറത്ത് വേറെ പോകും. അങ്ങനെയുള്ളവിടത്ത് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും, പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക്. പക്ഷെ അങ്ങനെ പോകുന്നവരൊക്കെ ഒരൊറ്റ കാര്യം ആലോചിക്കുക, വീട്ടിലെ കുട്ടി അതിൻ്റെ എനിക്കത് മനസ്സിലാവാത്തത്. ഒരു വിലയില്ലല്ലേ ഇന്ന് ഈ ദാമ്പത്യം, സ്നേഹം, വെറുതെ അതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഒരാളെ എത്ര സ്നേഹിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് സുഖം വേണമെങ്കിൽ അവർ വേറെ പോകും. അവർക്ക് റീസൺസ് കാണും, പല പല കാരണങ്ങൾ ഉണ്ടാക്കാനാണോ ഒന്ന് പാടല്ലേ? കാരണങ്ങൾ ഉണ്ടാക്കാനാണോ പാട്? ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിക്കോ നിങ്ങൾ വേറൊരാളെ, നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ലാസ്റ്റ് അവർ തമ്മിൽ പോകുന്ന കാണാം. അല്ല, ഇന്നത്തെ കാലം അതാ. എന്നിട്ട് ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തിനെ ആണെങ്കിൽ ആ സുഹൃത്ത് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിരിക്കും. അല്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ പലതും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പലതും നേരിട്ട് കാണുന്നുണ്ട്. അടുപ്പിക്കരുത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെയും സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയായി. ഇപ്പൊ ജെൻസി പിള്ളേർ ഇത് കാണുമ്പോൾ വാട്ട് ബ്രോ, വൈ ആർ യു ടെല്ലിങ് ലൈക്ക് ദിസ് ബ്രോ? കുറച്ച് കഴിയുമ്പോൾ പഠിച്ചോളും, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം പണ്ടൊക്കെ വെളിയിലൊക്കെ ഒരു നോർമൽ തിങ്ങാണ്, അവിഹിതം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാമായിട്ടുള്ള അഫെയർ എന്നൊക്കെ പറയുന്ന ഒരു നോർമൽ തിങ്ങ. എനിക്ക് തോന്നുന്നത് പുറത്തല്ല, ഇവിടെയാണ് സാധനം കൂടുതൽ. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതിനും പറഞ്ഞതല്ലേ. അപ്പൊ അതെന്തായാലും അവിടെ പ്രശ്നമാവും. ഇതുവരെ ഓന്റെ വൈഫിനോട് പല നുണകളും പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു നിന്നത്. പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരു പെണ്ണിലൂടെ. ഏതൊരു പെണ്ണായാലും ഇപ്പൊ ഞാൻ എന്റെ വിദ്യാഭ്യാസം വേറൊരു പെണ്ണിന് കൂടെ കാണാൻ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമില്ല. പക്ഷെ നിൽക്കൂ, എന്റെ ചിലപ്പോ അതായിരിക്കാം. എനിക്ക് പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡിനോട് വന്നിട്ട് പറയണേ, അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോ ഞാൻ ആ ഒരു സത്യത്തിന് മുകളിലേക്ക് ഞാൻ മൂപ്പരെ വിശ്വസിക്കുന്നത്. മൂപ്പര് എന്നോട് നുണ പറയുന്നില്ല ഉള്ളതിൽ. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാക്ക് എന്തായാലും വീട്ടിലിത് കാണിക്കാണ്ടിരിക്കൂല. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ ഓനെ നായികർക്ക്. പക്ഷെ അതല്ല, ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് ലതീഷ? അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പറാണോ? അത് എനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണത്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ എനിക്ക് അതൊരു ക്ലാരിറ്റി വരുത്തണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? ഓക്കെ, പെരിന്തൽമണ്ണ കുറേ കോണ്ടാക്റ്റ് ഉള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിൻ്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട്. ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത്? ആരാണ്? ഫസലിൻ്റെ പുതിയ നമ്പറാ? ഓലെ വൈഫിന് അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തുള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്തത്? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ നമ്പർ എവിടെ? നമ്മൾ പിന്നെ ഈ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റിൽ ഒന്ന് പോകും പാത്തൂന്ന്. എൻ്റെ കോണ്ടാക്റ്റ് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാണ്.
പാത്തുവടി PA അതാണ്ട്. അതിൽ താഴത്ത് വാട്സപ്പ് നിൽക്ക്, നമ്പർ ഉണ്ടല്ലേ? 226. ഓക്കെ, വാട്സപ്പ് നിൽക്ക്. വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോൾ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് ഫസ്റ്റത്തെ നിൽക്ക്. യെസ്, ഓക്കെ. എന്താണ് ഇങ്ങോട്ട് ക്യാമറക്ക് കാണിക്ക് പോവേ? എൻ്റെ ആ മുഖം ഒന്ന് കാണട്ടെ. താഴത്തേക്കാക്ക്, എൻ്റെ കൈ കൊണ്ടെന്താ താഴത്തേക്കാക്ക മെസ്സേജൊക്കെ? താഴത്തേക്കാക്കടി മെസ്സേജ്. പൊട്ടം കളിക്കല്ലടി. അയ്യോ, മെല്ലെ മെല്ലെ ഇതിൽ കാങ്ങണ്ടേ, വായിക്കണ്ടേ? ലൊക്കേഷൻ കഴിച്ചു കൊടുത്തില്ല? അത് എവിടുത്തെ ലൊക്കേഷനാ? ആ മെസ്സേജ് ഇതിലേക്ക് ഫോർവേഡ് ഈ അയച്ച വോയിസ്. മെല്ലെ മെല്ലെ ഈ അയച്ച എല്ലാ വോയിസിൻ്റെയിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. അത് ഒന്ന് നിൽക്ക്, ഫോർവേഡ് ചെയ്യും. നിൽക്ക്. ഓക്കെ. ഇനി താഴത്തേക്ക് ഫോർവേഡ് ചെയ്യല്ലേ? താഴത്തേക്കാക്ക് അതും. മേലേക്കാക്ക്. അതാണ് ലൊക്കേഷൻ്റെ താഴത്ത്. പിന്നെന്താ ഈ HIV ഒക്കെ അയച്ചു കൊടുത്തത്? തിരുവനന്തപുരം കൂടുതൽ HIV ഉണ്ട് പറഞ്ഞിട്ട്. തിരുവനന്തപുരം ഉള്ളതിനെ കൊണ്ടാ? ഓക്കെ, സാരില്ലേ, പോട്ടെ. പേടിയുണ്ടോ ഓക്ക്? ഫോർവേഡ് ചെയ്യും. ആരാണ്? സബി. ഒറ്റ മിനിറ്റ്. സബി മോളെ. ഫോർവേഡ് ചെയ്യും. ഇന്ത്യയിലേക്ക് പ്രാന്തൻ. ഇതിൽ കാണട്ടെ വാവേ. ഫോർവേഡ് ചെയ്യും. നിക്ക്. വെയിറ്റാക്ക് സെൻഡ് ആവട്ടെ. എവിടേക്ക് വെയിറ്റാക്ക്? എൻ്റെ അടുക്ക് സബിനോട് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക് 1 ടൈം ആയിട്ട് ഡിലീറ്റ്, ഐ മീൻ എവരി വൺ അല്ല, ഡിലീറ്റ് അടിക്ക്. എല്ലാം ഡിലീറ്റ് അടിക്ക്. ഞാൻ പറഞ്ഞുതരാം. താഴത്ത് ഫോർ മീ മറ്റവള്. നീ സബിതെടുക്ക്. ഞാനാണ്. യെസ്, അതങ്ങനെ നമ്മളെ ബന്ധം. വെയിറ്റാക്ക്. സബിത അൻഫാസാണ്. ഓളെ കയ്യോടെ പിടിച്ചതാണ്. മിന്നാന്ന് ഓള് ഫസലിൻ്റെ കൂടെ പോയി കിടുന്നത്. തെളിവ് സഹിതം ഫോണിലെല്ലാ മെസ്സേജും ഉണ്ട്. ഇതുവരെ ഞാൻ തീറ്റിപ്പോറ്റി 43,000 പറ്റിച്ച്. ഇതാ തൊട്ടടുത്ത് ഇരിക്കുന്നു കേട്ടാ. ഇപ്പോൾ ഫസലിൻ്റെ അടുത്തുനിന്ന് 500, 1000 ആയിട്ട് ഇങ്ങനെ പറ്റിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ഇതിൽ വരും. ഫോണിൻ്റെ കയ്യിലാണ്. സബിത എനിക്ക് മെസ്സേജ് അയക്കില്ല. ഓക്കെ. 43,000 രൂപ ആ മനുഷ്യന്റെ അവള് പറ്റിച്ച്. ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്. എങ്ങനെ പറ്റും നിക്കാക്കാൻ നിങ്ങൾക്ക്? ഇങ്ങനെ പിടിച്ചിരുത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച്. അയ്യോ, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊക്കെ ആണെങ്കിൽ സ്പോട്ട് ഇടിയും പരവസ്തോലി ആകും. ചെയ്യരുത്, അത് തെറ്റാണ്. ഞാനങ്ങനെ ഒരിക്കലും ആരോടും ചെയ്യാൻ പറയില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ സമനില തെറ്റിപ്പോകത്തില്ലേ? സ്വന്തം ഭാര്യയെ അയാൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഉടായ്പും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ, ചിലപ്പം കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പിന്നെ അങ്ങ് പോകും. ഞാനും പുറത്തു പോകുന്നു, അവളും പുറത്തു പോകുന്നു, ചിൽപ്പിൽ പുതിയ ഹൈടെക് ലൈഫ്. അല്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര മാന്യ സ്വഭാവത്തിന് അടിമയായിരിക്കും, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. അങ്ങനെയുള്ളവരുണ്ട്. ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. അയ്യോ, പതിവ്രത അല്ലെങ്കിൽ പതിവ്രതൻ, ഭയങ്കര ഡീസൻറ്റ്. പക്ഷേ പരിപാടി അങ്ങനെയുള്ളവരെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് സൂക്ഷിച്ചോണം. ഭയങ്കര ജെനുവിനായിട്ട്, ഭയങ്കര ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടോ? ഒരു സ്റ്റെപ്പ് ഒന്ന് മാറ്റി നിർത്തി സൂക്ഷിച്ചൊന്ന് നോക്കണം. കാണും ഇതുപോലുള്ള ഉടായ്പ പരിപാടികൾ. ഉറപ്പാ. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിൻ്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. വേണ്ട. അപ്പം ഞാൻ പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട. ഓക്കെ, ഓനും വേണ്ട, ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ?
ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 40-43 റുപ്യ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ? ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഈ ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത് ഈ അന്ന് പോയ ലോഡ്ജാണോ? പിന്നെ ഏത് ലോഡ്ജ്? ലോഡ്ജ് ഏത് ലോഡ്ജാന്നൊക്കെ തിരക്കേണ്ട അവസ്ഥ. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ഒരൊറ്റ കാര്യമുള്ളൂ എനിക്ക് തന്നോട് പറയാൻ. എങ്ങനെ പറ്റുന്നു? ഇല്ല, നിങ്ങളുടെ ആ സാഹചര്യം ചിലപ്പോൾ അവളോട് ഇപ്പോഴും ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത് എൻ്റെ കൂടെ പോരുന്നോ അവൻ്റെ കൂടെ പോരുന്നുണ്ടോ. അവൾക്ക് 2 പേരെയും വേണ്ട, അവൾക്ക് 2 പേരെയും വേണ്ട. അവൾ ഇനി പുതിയ ആളെ പിടിച്ചോളുമല്ലോ. ഏത്? അതാണല്ലോ. ഏത്? പിടിച്ചോളും, അടുത്ത ആൾ ഉറപ്പായിട്ടും വന്നോളൂ അവൾക്ക്. പക്ഷെ നിങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവളെ തിരിച്ച് വീട്ടിൽ കയറ്റരുത്, അവളെ കൂടെ ജീവിതത്തിലേക്ക്. എനിക്കിപ്പോൾ ഒരു സംശയം, നിങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ടപ്പോൾ, ശരിക്കും നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? കാമുകനാണോ? അല്ല, അതിനെപ്പറ്റിയൊന്നും വിശദമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല. വോട്ടവർ എന്തോ ആയിക്കോട്ടെ, നമുക്കത് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് അറിയണം. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണലി ലൈഫിൽ മറ്റേ കയറി കുത്തിക്കളച്ച് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ചർച്ചയാകും. അറിയണം. ഞാൻ പറഞ്ഞില്ലേ, വളരെ മാന്യമായിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നടക്കുന്ന പല ആളുകളുടെയും മുഖം മൂടി ഇതാ അഴിയുന്ന പോലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരുപാടുണ്ട് ഇതുപോലുള്ള ആളുകൾ. വളരെ ഡീസൻ്റ് ആയിരിക്കും, വെൽ സെറ്റിൽ ഫാമിലി, പക്ഷേ പുറകെ കൂടെ ഇതൊക്കെ ആയിരിക്കും. പിള്ളേരും ഉണ്ടെങ്കിൽ അവരെയും വെച്ചോണ്ട് പോകുന്ന ആളുകളുണ്ട്. ഏതിൽ ഓടിച്ചു പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടത് അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? യെസ് ഓർ നോ? ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിൽ ഓടിച്ചു? ഓൻ കൊണ്ടുപോയതാണ് എന്നെ. ഏതിൽ ഓടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് എനിക്ക് കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ, എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടുകാരനിക്ക് വിളിച്ചെങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിൻ്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്ന് കടിച്ചു പുറത്താക്കിയല്ലേ ചാടിപ്പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചുമ്മാ സംസാരിക്കും, യാത്രയും, അതാണ്. അതില് സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് ബെഡിന്ന്. ഇത് പറയും, ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയുടെ കാണും. അന്ന് നീ തല്ലൂല, എനിക്ക് വേണ്ടിയൊക്കെ ഈ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല, കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും, കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ, വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും, അതിൽ കൂടുതലുണ്ടെങ്കിൽ
ഫസ്റ്റിൽ പൈസ നീ തന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചനാ? ഉറപ്പ് അയച്ചിട്ടില്ല? ഇടയ്ക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500 വാങ്ങും, തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുത്താൽ കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്താൽ ഉണ്ടാവോ? അയച്ചു കൊടുത്ത് എവിഡൻസ് ആണിത്, ഉണ്ടാവോ? പറയും. തുറക്ക്. ഓഫായല്ല, നമുക്ക് ഓണാക്കാം. കൂടുതലൊന്നും ഞാനിനി പറയണോ? വേണ്ടല്ലോ, കേട്ടല്ലോ, നിങ്ങൾ തന്നെ എല്ലാം കേട്ടല്ലോ. ഞങ്ങൾ തമ്മിൽ SCX അല്ലായിരുന്നു കൂടുതൽ, ഞങ്ങൾ തമ്മിൽ യാത്രകളായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരം, ചാറ്റിങ്, അങ്ങനെയുള്ള സുഖങ്ങളായിരുന്നു കൂടുതൽ. എൻ്റെ പൊന്നു കൂട്ടുകാരാ, നിന്നോടാ ഇവളുടെ വീഡിയോ എടുക്കുന്ന ഇവളുടെ ഭർത്താവാണെന്ന് തോന്നുന്നു, 2 വർഷമായിട്ട് കൂടെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ഇവള് നേരത്തെ എന്തൊക്കെയോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരിടത്തുനിന്ന് ചാടി വന്നവള് ഇനി അങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ചാടിക്കൊണ്ടേയിരിക്കും അവള്. സുഖം അത് തേടി അവൾ എവിടെയും പോകും. അതുതാ പലതവണ കേരളത്തിൽ ഈ അടുത്തായിട്ട് നടക്കുന്ന പല പ്രശ്നങ്ങൾ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാ. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ, വീണ്ടും പറയുന്നു, നല്ലവരായ ഒരുപാട് സ്ത്രീകളുള്ള നാടാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്. എന്നാൽ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളും ഉണ്ട്. അത് ഇപ്പോൾ ഈ അടുത്തായിട്ട്, നേരത്തെ ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, രണ്ടും ആണും പെണ്ണും ഒക്കെ ചാടുമായിരുന്നു. പക്ഷെ ഈ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകളാണോ എന്ന്. കാരണം അതുപോലുള്ള വാർത്തകളാണ് മിക്കപ്പോഴും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിനെ പൊക്കിയ അതുമായി ബന്ധപ്പെട്ടൊന്നും കേൾക്കുന്നുമില്ല. ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ്, ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. എന്തുകൊണ്ട്?